പിന്നാലുള്ള ആലോചന ഇതാണ്: നീ ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. നീ ഭയപ്പെടേണ്ട. ഇത് ദൈവത്തിന്റെ സ്വർഗീയ സന്ദേശമാണ്. ഇത് മനുഷ്യന്റെ ആലോചനയല്ല, ഇത് മനുഷ്യന്റെ ശബ്ദമല്ല. മനുഷ്യനല്ല നിന്നോട് സംസാരിക്കുന്നത്, ദൈവവും ദൈവത്തിന്റെ വചനവുമാണ്. അങ്ങനെയെങ്കിൽ അതിന് നിശ്ചയമുണ്ട്, അതിന് തീർച്ചയുണ്ട്. ഏലിയാവ് പറയുന്നത്, ആദ്യമേ എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക. സഹോദരി, നിന്റെ സാഹചര്യം എത്ര കുഴഞ്ഞതായിക്കൊള്ളട്ടെ, എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്താകട്ടെ, ജീവിതത്തിൽ ദൈവവചനത്തിന് മുൻഗണന കൊടുക്കാമോ? ദൈവത്തിന് ആദ്യമേ പരിഗണന കൊടുക്കാമോ? ദൈവത്തിന്റെ ആലോചനയെ അനുസരിക്കാൻ തീരുമാനിക്കാമോ? എങ്കിൽ ഇന്ന് രാത്രി നിനക്കും നിന്റെ ഭവനത്തിനും വിടുതലാണ്, നിനക്കും നിന്റെ സന്തതിക്കും വിടുതലാണ്, നിന്റെ തലമുറയ്ക്ക് വിടുതലാണത്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ വീണ്ടും ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനത്തിന് മുൻഗണന കൊടുക്കുക. അവന്റെ പ്രമാണങ്ങൾ നിനക്ക് ഒന്നാമനായി ഗണിക്കുവാൻ കഴിയുമോ? അവനെ ആരാധിക്കുവാൻ നീ പുറത്തു വരുമോ? ഇന്ന് രാത്രി അവനെ ആരാധിക്കുവാൻ നീ പുറത്തിറങ്ങുമോ? എങ്കിൽ ഭരണിയിലെ എണ്ണയും കലത്തിലെ മാവും തീർന്നു പോകാത്ത ഒരു വാഗ്ദത്തം ദൈവം നിനക്കായി നൽകുകയാണ്. അതോടുകൂടെ ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദത്തത്തോടുകൂടെ നിന്റെ ജീവിതത്തിന്റെ വിടുതൽ മാത്രമല്ല, ഭൗതിക നന്മ മാത്രമല്ല, സ്വർഗീയമായ അനുഗ്രഹങ്ങളും നിന്റെ ഭവനത്തിൽ ഉടനീളമായി നിറഞ്ഞു വരും. എല്ലാറ്റിനെയും ഉള്ളതുപോലെ ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവത്തോട് നീ അനുസരണം കാട്ടുമോ? ദൈവം നിന്നോട് പറയുന്നു, നീ എൻ്റെ വചനം അനുസരിക്കുമോ? നീ എനിക്ക് മുമ്പിൽ കീഴ്പ്പെടുമോ? നീ എനിക്ക് മുമ്പിൽ നിന്റെ കാര്യങ്ങളെ സമ്മതിച്ചേറ്റ് പറയുമോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് നിന്നോട് പറയാനുള്ളത്, ഞാൻ നിന്നെ വിടുവിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ഉദ്ധരിക്കാം, ഞാൻ നിന്റെ രോഗത്തെ സൗഖ്യമാക്കാം എന്നുള്ളതത്രേ. ഞാൻ നിനക്കായി കരുതിക്കൊള്ളാമെന്ന് ദൈവം നിന്നോട് സംസാരിക്കുന്നു. ഞാൻ നിനക്കായി കരുതുന്നത് കൊണ്ട് നിന്റെ ചിന്താകുലങ്ങൾ എൻ്റെ മേലിട്ടുകൊള്ളുക. ദൈവവചനം അനുസരിക്കുവാൻ തയ്യാറായ സരഫാത്തിലെ വിധവ മരണത്തിന്റെ പിടിയിൽ നിന്നും പട്ടിണിയിൽ നിന്നും മോചനത്തിലേക്ക് വിടുതൽ ഏറ്റുവാങ്ങി ദൈവവചനത്തിന്റെ ആലോചന ശിരസ വഹിക്കുവാൻ തയ്യാറായപ്പോൾ അവൾ പുറത്തു വന്നു. അങ്ങനെ തയ്യാറാകുന്നുവെങ്കിൽ പ്രിയ ജീവിതമേ, നിന്റെ സ്തുതിക്ക് ദൈവം ഭേദം വരുത്തും. നീ ഗണിച്ചു വെച്ച, ആലോചിച്ചു വെച്ച, നീ പറഞ്ഞു വെച്ച, നീ തീർച്ചപ്പെടുത്തിയ അന്ത്യമായിരിക്കുകയില്ല നിനക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം എന്ത് പറഞ്ഞുവോ, ദൈവം എന്ത് ആലോചന തന്നുവോ, അതിൻ പ്രകാരം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ സന്തതിയെയും നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ഏലിയാവ് സരഫാത്തിലെ വിധവയുടെ വീട്ടുമുറ്റത്തെന്നതുപോലെ ഇന്ന് നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിൽക്കുന്ന യേശുവിന്റെ ശബ്ദമാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവന്റെ ആലോചന കേട്ടനുസരിപ്പാൻ നീ തയ്യാറാകുമോ? ഹാളിൽ വരുവാൻ പോകുന്ന വിപത്തിൽ നിന്നും അവൻ നിന്നെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ചുറ്റുപാടും സംഭവിക്കുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ ആലോചന നീ കേട്ടനുസരിക്കണം. നിന്റെ കലവറയുടെ ശൂന്യത പരിഹരിപ്പാൻ ഇതാ എൻ്റെ യേശു ഇന്ന് രാത്രി വന്നിരിക്കുന്നു. നിന്റെ കുടുംബത്തിലേക്ക് അവന് പ്രവേശനം കൊടുക്കണം. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അവന് പ്രവേശനം കൊടുക്കണം. തിരുവചനത്തിന് മുൻഗണന കൊടുക്കണം. എങ്കിൽ മനം കലങ്ങി നിൽക്കുന്ന നിനക്ക് ആശ്വാസമുണ്ടാകും. നിന്റെ കുടുംബത്തിനുള്ളിൽ പറഞ്ഞു തീരാത്ത ദാനങ്ങളുടെ നിറവുകൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ഇന്ന് രാത്രി സംഭവിക്കുകയാണ്. നിന്റെ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ച് മനം കലങ്ങി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ജീവിതമേ, അവന്റെ ഭാവിയെ ദൈവം ഈ ദൂതിലൂടെ പ്രകാശിപ്പിക്കുകയാണ്. അവനെ ദൈവം വ്യത്യാസപ്പെടുത്തുകയാണ്. അവന്റെ വിഭ്രതികൾ, അവന്റെ വികൃതികൾ മാറി, അവന്റെ വഴികേടുകൾ മാറി, അവന്റെ അകൃത്യത്തിന്റെ പാതകളെ മാറ്റി എന്റെ ദൈവം ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുകയാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ അറിയിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ദൂതിലൂടെ ദൈവം അവനെ വിടുവിക്കുകയാണ്. മരണവാസങ്ങളെ അഴിച്ചവൻ, പാതാള ഗോപുരങ്ങൾ ജയിച്ചാർത്തവൻ, നിന്റെ തലമുറയുടെ കെട്ട് ഇന്ന് രാത്രി അഴിക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊള്ളുക. നിന്റെ ലിവിംഗ് റൂമില് നീ ആയിരിക്കുന്ന ഇടത്ത് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിനക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ അധികം കഴിയും. കാരണം ദൈവശക്തി നിന്റെ തലമുറയുടെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞു. മൃത്യു ഇനി അവനെ മേയിക്കുകയില്ല. ദൈവത്തിന്റെ കൈക്കലയാടായി അവൻ മാറാൻ പോകുകയാണ്.
യേശുവിനെ അനുഗമിക്കുന്നവനായി അവൻ തീരാൻ പോകുകയാണ്. കർത്താവിന്റെ വചനം അനുസരിക്കുന്നവനായി, ജീവിതത്തിൽ വിശുദ്ധി പ്രാപിച്ചവനായി, വേർപാട് അനുഷ്ഠിക്കുന്നവനായി അവൻ മാറാൻ പോകുകയാണ്. ജീവിച്ചിരുന്ന് ദൈവം ചെയ്ത നന്മയുടെ ഓർമ്മയെ അവൻ പ്രസിദ്ധമാക്കും. അവൻ മരിക്കുകയില്ല. അതെ, ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിച്ചിരുന്ന് ദൈവം ചെയ്ത നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും. ഇത് നിന്റെ ഏറ്റുപറച്ചിലിന്റെ ദിവസമാണ്. നീ അതൊന്ന് ഏറ്റുപറഞ്ഞേ, നീ അതൊന്ന് സമ്മതിച്ചേ, നീ അതൊന്ന് പറഞ്ഞ ദൈവത്തിന്റെ മുമ്പിൽ ആനന്ദിച്ചേ. നിന്റെ ജീവിതത്തിന്റെ വ്യത്യാസം ഇപ്പോൾ ദൈവം വരുത്തുവാൻ പോകുകയാണ്. സരഫാത്തിലെ വിധവ അവളുടെ ജീവിതത്തെക്കുറിച്ച്, അവളുടെ ഭവനത്തെക്കുറിച്ച്, അവളുടെ പുത്രനെ കുറിച്ച് എടുത്ത തീരുമാനങ്ങൾ എൻ്റെ ദൈവം മാറ്റി എഴുതി കഴിഞ്ഞു. അത് അങ്ങനെ ജീവിതത്തെ ദൈവം വ്യത്യാസപ്പെടുത്തിയെങ്കിൽ, പ്രിയ ജീവിതമേ, നിന്നെക്കുറിച്ച്, നിന്റെ തലമുറ സംബന്ധിയായി, നിന്റെ കുടുംബത്തെക്കുറിച്ച് നീ നനച്ചിരിക്കുന്ന, വിചാരിച്ചിരിക്കുന്ന, ചിന്തിച്ച് കുറിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെ ദൈവം ഇന്ന് തിരുത്തി എഴുതിയിരിക്കുകയാണ്. അത് മാറ്റിമറിച്ചിരിക്കുകയാണ്. ഈ രാത്രി അതിനുള്ളതാണ്. ദൈവം രേഖകളെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. നിനക്ക് വിരോധമായി, നിന്റെ തലമുറക്ക് വിരോധമായി എഴുതിയിരിക്കുന്ന രേഖകളെ ഇന്ന് രാത്രി ദൈവം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നിന്റെ കൂടാരത്തിൽ ദൈവം നൽകുന്നു. യേശുവിന്റെ ജീവിതത്തിൽ, കുടുംബത്തിന്റെ കൂടാരത്തിൽ കൈക്കൊണ്ട അനുസരിച്ച് വിടുതൽ പ്രാപിച്ച് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നിന്റെ ജീവിതത്തെ അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി അവൻ അതെ സ്പർശിക്കേണ്ടതിന് നീ ഏറ്റുകൊടുക്കുക. ഏറെ ഇല്ലാത്ത ദൈവത്തിന്റെ വചനവും ദുർലഭമായ ദൈവത്തിന്റെ ദർശനവും കൈമോശം എന്ന ജീവിതത്തിന്റെ അതേ തുടിപ്പുകൾ ഇപ്പോൾ യേശു അവന്റെ നാമത്തിൽ അത് മടക്കി തരികയാണ്. നിന്റെ വീട്ടിലെ കലവും എണ്ണ ഭരണിയും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്ന കലവറയായി മാറി. ഈ രക്ഷാദിനത്തിൽ നിന്റെ അനുസരണം, അതേ ഈ ഒരു ദിവസത്തിലെ അനുസരണം 3.5 വർഷത്തിലെ അനുഗ്രഹത്തിന് കാരണമായി. 3.5 വർഷം ക്ഷാമകാലത്ത് ഒരിക്കൽ പോലും കാലത്തിന്റെ എല്ലാ ദിവസങ്ങളിലും അവന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന കലവറകളെ കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടല്ലാതെ സരഫാത്തിലെ വിധവയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ആസ്വദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യട്ടെ. അതേ ദൈവത്തിന്റെ അടയാളങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും അതേ ശക്തിയായി പ്രവർത്തിച്ചിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്നേഹവാനായ യേശുവേ, നിന്റെ കലവറയുടെ നീ കലവറയുടെ ദൈവമാണ്. നീ കലവറയെ നിറയ്ക്കുന്ന ദൈവമാണ്. അതിന്റെ ശൂന്യതയെ അറിഞ്ഞ് അടുത്തു വന്ന നിന്റെ കൃപയോർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ആർക്കും തരുവാൻ കഴിയാത്തത്, ആർക്കും ലഭിക്കാൻ കഴിയാത്തത് നീ നിത്യജീവൻ എനിക്ക് തന്ന് ഇന്ന് നീ എന്നെ അനുഗ്രഹിക്കണം. മൃത്യുവിനാടായിരുന്ന എന്നെ നിന്റെ കൈക്കളിയാടാക്കി നീ തീർക്കുമാറാകണമേ. ആ രോഗബന്ധനങ്ങളെ നീ അഴിച്ചു മാറ്റണമേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ അഴിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേട്ട എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനത്തിൻപിൽ നിങ്ങളെ താഴ്ത്തി നിങ്ങളെ ഏൽപ്പിക്കുന്നുവെങ്കിൽ, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായിരിക്കുന്നുവെങ്കിൽ, ആ വിടുതലും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അത്ഭുതങ്ങളെ ദൈവം ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ അറിയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ട്. നിന്റെ തലമുറയെ ദൈവം തൊട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ദൂതിന്റെ മുമ്പിൽ ചിലർക്ക് ദൈവം വിടുതൽ തന്നിട്ടുണ്ട്. ആ വിടുതലിനെ ഞങ്ങളെ വിളിച്ചൊന്ന് അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ ഭാരമേറിയ വിഷയങ്ങൾ, വേദനിക്കുന്ന വിഷയങ്ങൾ, സങ്കടമുള്ള വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വന്നു ചേരുകയും നിങ്ങളുടെ ഭാരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യാം. ആ വേദന ഇറക്കി വെക്കാൻ ഒരു അത്താണിയെപ്പോലെ ഞങ്ങൾ ഈ വഴിവെക്കിലായിരിക്കുന്നു, ജീവിതത്തിന്റെ വഴിവെക്കിലായിരിക്കുന്നു. നിങ്ങൾ കടന്നു വരൂ, ആശ്വാസം പ്രാപിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം പ്രാപിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുകയാണ്. ടെലിഫോണിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും 972-263-7777 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാലും, ടെലിഫോൺ നമ്പർ വൺസ് അഗെയിൻ 972-263-7777.
അവർ അഡ്രസ് ഞങ്ങളുമായി ഞങ്ങളുടെ മേൽവിലാസത്തിൽ ഞങ്ങളോട് ബന്ധപ്പെടുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ our address is Logos Church of God, 346 Ox Trail, suite number 209, Garland, Texas 75043. Our home on the web is www.logoschurchofgod.org. We have our email address. You can contact us through our email address also. Our email address is logosvoice@gmail.com or logosworldwide@gmail.com, or another email address, logosinternationaltv@gmail.com. കർത്താവ് നിങ്ങളെ തൻ്റെ വചനത്തിൻ്റെ സ്പർശനത്താലും അവൻ്റെ അനുഗ്രഹത്താലും നന്മയാലും നിറയ്ക്കട്ടെ. Praise God. Praise the Lord. Praise the Lord. You are the one. There is no one else who lifts me up and gives me water from the well. But there's a hole that seems to drain it all away, and once again I'm left in fear and doubt when all my strength is crying out. So here I am again, willing to be opened up and broken like a flower in the rain. Tell me, what have I to do to die and then be raised, to reach beyond the pain like a flower in the rain? The evil wind, it blows a storm to rock my world just when I